പാഠം 7 വെനീസിലെ വ്യാപാരി. വെനീസിലെ നല്ലവനും കരുണയുള്ളവനുമായ ഒരു വ്യാപാരിയാണ് അന്റോണിയോ. ധാരാളം ചരക്ക് കപ്പലുകളുള്ള അദ്ദേഹം പാവങ്ങൾക്ക് പലിശയില്ലാതെ കടം കൊടുക്കുമായിരുന്നു. അന്റോണിയോയുടെ ഈ സ്വഭാവശുദ്ധിയിൽ അമർഷമുള്ള മറ്റൊരു ധനികനാണ് ഷൈലോക്ക്. അന്റോണിയോയെ ഏത് വിധേനയും വകവരുത്തണം എന്നൊരാഗ്രഹം അയാളുടെ മനസ്സിൽ ജനിച്ചിട്ട് കുറച്ചു നാളായി. അന്റോണിയോയെ എങ്ങനെയെങ്കിലും കൊല്ലണം എന്ന് ഷൈലോക്ക് വിചാരിച്ചു. അതിനായി തക്കം പാർത്തിരിക്കുകയായിരുന്നു അയാൾ. കഥ നടക്കുന്ന സമയം അന്റോണിയോയുടെ ചരക്ക് കപ്പലുകൾ ഒന്നൊന്നായി തകർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നിരുന്നാലും പണം ആവശ്യപ്പെട്ട തന്റെ സുഹൃത്തായ ബസാനിയോയ്ക്ക് അയാൾ സഹായം ചെയ്യുന്നുണ്ടായിരുന്നു. അറ്റ കൈക്ക് അന്റോണിയോ ഷൈലോക്കിന്റെ അടുത്ത് ചെന്നു. അയാളെ വഞ്ചിക്കണമെന്ന ഉദ്ദേശമുണ്ടായിരുന്ന ഷൈലോക്ക് ഈ അവസരം കളഞ്ഞു കുളിക്കാൻ ആഗ്രഹിച്ചില്ല. ബസാനിയോയ്ക്ക് 3000 പണം കടം കൊടുക്കാനുള്ള കരാർ അയാൾ ഇപ്രകാരം എഴുതി: പറഞ്ഞ സംഖ്യ പറഞ്ഞ സമയത്ത് തന്നില്ലെങ്കിൽ പിഴയായി നിങ്ങളുടെ സുന്ദരമായ ശരീരത്തിൽ നിന്ന് ഒരു റാത്തൽ, അതായത് ഏകദേശം 1/2 കിലോ മാംസം അറുത്തെടുക്കാൻ എനിക്ക് അവകാശമുണ്ട്. അന്റോണിയോ സമ്മതിച്ചു. കരാറിൽ പറഞ്ഞിരിക്കുന്ന സമയത്തിന് മുൻപേ തന്നെ പണം മടക്കി കൊടുക്കാമെന്നൊരു ചിന്ത അയാൾക്കുണ്ടായി. നിർഭാഗ്യമെന്ന് പറയട്ടെ, അയാൾ കൂടുതൽ നിസ്വനാവുകയാണുണ്ടായത്, കൂടുതൽ ദരിദ്രനാവുകയാണ് ചെയ്തത്. പക നിറഞ്ഞ വാശി ഷൈലോക്കിനെ കൂടുതൽ ദുഷ്ടനാക്കി. കരാർ നടപ്പിലാക്കാൻ തന്നെ അയാൾ തീരുമാനിച്ചു. ഈ കൊടും ക്രൂരതയിൽ നിന്ന് ഷൈലോക്കിനെ പിന്തിരിപ്പിക്കാൻ പലരും ശ്രമിച്ചു. നിഷ്ഫലമായ ശ്രമം. രാജാവ് പോലും നിസ്സഹായനായി. ശിക്ഷ നടപ്പാക്കാൻ നീതിന്യായ കോടതിക്ക് മുൻപിൽ വാദിയും പ്രതിയും എത്തിച്ചേർന്നു. ഇനിയാണ് ഈ കഥയുടെ വഴിത്തിരിവ്. ഒരു പുതിയ കഥാപാത്രം ഇവിടെ പ്രത്യക്ഷപ്പെട്ടു. അന്റോണിയെ ആർക്ക് വേണ്ടിയാണോ കടക്കണിയിൽപ്പെട്ടത്, ആ ബസാനിയോയുടെ സ്നേഹിതയായ പോർഷ്യ. ബുദ്ധിമതിയും സുന്ദരിയുമായ അവൾ ഒരു ന്യായാധിപയുടെ വേഷത്തിലെത്തി. പോർഷ്യ ഷൈലോക്കിനോട് കരാർ പത്രം ആവശ്യപ്പെട്ടു. അത് വായിച്ച ശേഷം പോർഷ്യ അടുത്ത നടപടിയിലേക്ക് നീങ്ങി. പോർഷ്യ പറഞ്ഞു, മാംസം തൂക്കാൻ ത്രാസ് ഉണ്ടോ? ഷൈലോക്ക്: ഉണ്ട്. പോർഷ്യ: ഹേ വ്യാപാരി, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? പോർഷ്യ അന്റോണിയോട് ചോദിച്ചു. അന്റോണിയോ പറഞ്ഞു, ഇല്ല, ഞാൻ തയ്യാറെടുത്തു കഴിഞ്ഞു. ഷൈലോക്ക് പറയുകയാണ്, ശിക്ഷ നടപ്പാക്കാൻ ഞാൻ അപേക്ഷിക്കുന്നു. പോർഷ്യ: ശരി, അയാളുടെ നെഞ്ചിൽ നിന്ന് ഒരു റാന്തൽ മാംസം നിങ്ങൾ തന്നെ മുറിച്ചെടുക്കൂ. പക്ഷേ ഒരു നിബന്ധനയുണ്ട്. അത് മുറിച്ചെടുക്കുമ്പോൾ ഒരു തുള്ളി രക്തമെങ്കിലും വീണാൽ വെനീസിലെ നിയമമനുസരിച്ച് നിങ്ങളുടെ വസ്തുക്കൾ സർക്കാർ ഖജനാവിലേക്ക് കണ്ടുകെട്ടും. പോർഷ്യയുടെ പ്രസ്താവന കേട്ട് അന്റോണിയോ നടുങ്ങി. ന്യായാധിപയുമായുള്ള നിരവധി വാഗ്വാദങ്ങൾക്ക് ശേഷം തന്റെ തെറ്റുകൾ തിരിച്ചറിഞ്ഞ് ഷൈലോക്ക് ഒരു നല്ല മനുഷ്യനാകാൻ തീരുമാനിച്ചു.